ഞങ്ങൾ പ്രാർത്ഥിക്കും, നന്നായി പ്രാർത്ഥിക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഭക്തി കാര്യങ്ങളിലേക്ക് കുട്ടിക്കാലം പോയി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പള്ളിയിൽ ഡെയിലി പോകാനും ആശയടക്കങ്ങൾ ചെയ്യാനും സിസ്റ്റേഴ്സ് ഇങ്ങനെ ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നും അമ്മ ബോർഡിങ്ങിലായതുകൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ സ്പിരിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വല്ലാതെ ബാധിച്ചു. എന്തൊരു സുഖമുള്ള, എന്തൊരു ആന്തരിക ഫ്രീഡമാണ് ഫ്രാൻസിസ് അസീസി ഈ ഉപേക്ഷിക്കലിലൂടെ കിട്ടിയത് എന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു ഭയങ്കര ഒരു അഭിനിവേശം അന്ന് എനിക്ക് കിട്ടി. അതാ ഞാൻ തീരുമാനിച്ച് പേരും കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിലേക്ക് വരണേ. പിന്നെ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ ചേച്ചിമാരുടെ മാരേജ് കഴിഞ്ഞിരുന്നു, ഞാനും ബ്രദറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നീ പോകാൻ പറ്റില്ല, പഠിക്കണം, പഠിച്ചു കഴിഞ്ഞിട്ട് പോവാം, അപ്പോൾ വിളി കിട്ടണമെങ്കിൽ പോവാം. പിന്നെ ബഹളമായി. പിന്നെ ഞാൻ സ്ട്രൈക്ക് ചെയ്തു. ആദ്യമായിട്ട് ഭക്ഷണം കഴിക്കാതെ അങ്ങനെ ഉപവസിക്കാൻ പഠിച്ചത് അന്നാണ്. വിളമ്പി വെച്ചാലും ഭക്ഷണം കഴിക്കാണ്ട് ഞാൻ വാശി പിടിച്ചു. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് ചോദിച്ചു, ഇപ്പം നിനക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ചനൊരു നിർബന്ധമുണ്ട്, എന്നെ മോളേന്ന് വിളിച്ചാൽ അപ്പം തന്നെ എന്തോന്ന് വിളി കേൾക്കണം, അല്ലെങ്കിൽ ദേഷ്യം വരും വിളി കേട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ എന്നെ വിളിച്ചു എന്ന് എനിക്ക് തോന്നി, എനിക്ക് അനുഭവമാണത്. അപ്പച്ചനോട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഈശോ എന്നെ വിളിച്ചു. അപ്പച്ചൻ വിളിക്കുമ്പോൾ വിളി കേട്ടില്ലെങ്കിൽ എന്തൊരു ദേഷ്യം അപ്പച്ചന്, അതുപോലെ ഈശോയ്ക്ക് സങ്കടമാവില്ലേ, അതുകൊണ്ട് എനിക്ക് പോകണം. അതാണ് അവസാനത്തെ എൻ്റെ ഡയലോഗ്. അതിൽ എൻ്റെ അപ്പച്ചന് വീണു.